ഇത് പറയുമ്പോഴേ നമ്മുടെ കേരളത്തിൽ ഇപ്പം സർവീസ് സംഘടനകൾ ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനമാണ് കേരളം. അതെ. എല്ലാ തലത്തിലും അതെ. ഇപ്പം പോലീസിലുണ്ട് IPS മുതൽ സിവിൽ താഴെ പോലീസ് എത്തുമ്പോൾ. ഓഫീസർമാരുടെ. അപ്പൊ പോലീസിലെ ഈ സംഘടനാ പ്രവർത്തനം ശരിക്കും പോലീസുകാർക്ക് കുറെ അവർക്ക് കാര്യങ്ങൾ കാരണം പോലീസിലെ ഒരു ഹൈറാർക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷയം പറയണമെങ്കിൽ SHO മുതൽ അങ്ങോട്ട് പോകണം. നേരിട്ട് പോലീസുകാർക്ക് വേറെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കാൻ പറ്റില്ല. അടുക്ക് DGP ഒക്കെ അടുക്ക് ഇതിന് അദാലത്തുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പം ഒരു സംഘടന ശരിക്കും അവർക്ക് ഒരു വല്ലാതൊരു പരിരക്ഷ നൽകുന്നില്ലേ? അപ്പൊ കേരളത്തിലാണ് ആദ്യമായിട്ട് പോലീസ് സംഘടന വന്നത്. പിന്നെ അത് തമിഴ്നാട്ടിലും ബംഗാളിലും വന്നു, ത്രിപുരയിൽ വന്നു. അപ്പോൾ പൊതുവെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ ഈ സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ മറ്റുള്ള ഗവൺമെൻറ് സാറിന് സമ്മതിച്ചില്ല. പക്ഷേ ഈ പോലീസ് സംഘടന 1971 വന്ന ശേഷം പിന്നെ ഏകദേശം 18ഓളം സംസ്ഥാനങ്ങളിൽ പോലീസ് അസോസിയേഷൻസ് ഉണ്ടായി. പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പല സംഘടനകൾ അടിച്ചമർത്തപ്പെട്ടു. അത് കഴിഞ്ഞ് ഈ 2010 ആയപ്പോഴത്തേന് 4 സംസ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനത്തിനും പോലീസ് അസോസിയേഷൻ പിരിച്ചുവിടപ്പെട്ടു. സംസ്ഥാന ഗവൺമെൻറ്റുകൾ അസോസിയേഷൻ പിരിച്ചുവിട്ടു. 2010 ആയപ്പോഴത്തേന് പിരിച്ചുവിട്ടു. ഇപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും അങ്ങനെ ഒരു 5 സംസ്ഥാനങ്ങളിലെ ഇപ്പോൾ അസോസിയേഷൻ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള പോലീസ് അസോസിയേഷൻ പോയി. അപ്പോൾ അസോസിയേഷൻ ഉള്ളപ്പോൾ പോലീസുകാർക്ക് അവരുടെ ഒരു സങ്കടം നേരിട്ട് അസോസിയേഷൻ്റെ അകത്ത് എത്തിക്കാം. ഇവൻ നേരിട്ട് പോകാതെ തന്നെ അസോസിയേഷൻ ആ സങ്കടം മേളിലെത്തിക്കും. മേളിലെത്തിച്ച് കഴിയുമ്പം അതിന് SP ലെവലൊരു പരിഹാരമുണ്ട്. അത് കഴിഞ്ഞ് DGP ലെവലൊരു പരിഹാരമുണ്ട്. പിന്നെ ചില ഇഷ്യൂസ് ജനറലാണ്, ഒരു പോലീസുകാരൻ്റെ അല്ല, കേരളത്തിൽ മുഴുവൻ പോലീസുകാർക്കുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം അസോസിയേഷൻ സംസ്ഥാനത്തിൽ DGP അടുത്ത് എത്തിക്കും. അപ്പോൾ DGP അത് വർക്കൗട്ട് ചെയ്തിട്ട് അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പരിഹാരം കണ്ടെത്തും. ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ അസോസിയേഷൻ വഴിയുള്ള പ്രശ്ന പരിഹാരം. അപ്പോൾ കേരളത്തിലെ പോലീസ് ഇത്ര ഭംഗിയായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കാരണം പോലീസ് അസോസിയേഷനാണ്. വളരെ കമ്മിറ്റഡായ ഒരു ലീഡർഷിപ്പ് പോലീസ് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവർ ഓരോ ജില്ലയിലും പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരുടെ ഇത് ചെയ്യും. അപ്പോൾ പോലീസ് അസോസിയേഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ കരിയർ ഗൈഡൻസ്. അപ്പോൾ ഞാൻ അതിനകത്ത് വളരെ ശ്രദ്ധാപൂർവ്വം പ്രവർത്തിക്കുമായിരുന്നു. അപ്പോൾ ഓരോ ജില്ലയിലെ പോലീസുകാരുടെ മക്കളെ വിളിച്ചിട്ട് അവർക്ക് IAS പഠിക്കുന്നത് എങ്ങനെയാണ്, എഞ്ചിനീയറിംഗ് അഡ്മിഷൻ വാങ്ങിക്കുന്നത് എന്ത് ചെയ്യും, മെഡിസിൻ അഡ്മിഷൻ കിട്ടാൻ എന്ത് ചെയ്യും, എന്തൊക്കെയാണ് മത്സര പരീക്ഷകൾ, അത് പഠിക്കാൻ എന്തൊക്കെ പുസ്തകം വായിക്കേണ്ടത്, ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ KP 2ാം ബറ്റാലിയൻ ഞാൻ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു പോലീസുകാരൻ വളരെ ഭംഗിയായിട്ട് ഇൻട്രസ്റ്റ് എടുത്തു. അവൻ്റെ മോൻ അവസാനം 2 വർഷത്തിന് മുമ്പ് IAS കിട്ടി. കേരളത്തിലെ ഫസ്റ്റ് റാങ്കായിട്ട് കേരളത്തിൽ IAS വന്നു. ഇന്ന് പോലീസുകാരുടെ മക്കൾ 5ഓളം പേര് സിവിൽ സർവീസിലുണ്ട്, IAS IPS ആയിട്ട് കേരളത്തിലുണ്ട്. അത് അസോസിയേഷൻ ചെയ്തൊരു നല്ല കാര്യമാണ്. പിന്നെ അസോസിയേഷൻ തലത്തിലുണ്ടായിരുന്ന പ്രൊഫഷണൽ ട്രെയിനിങ്ങിനുള്ള ശ്രദ്ധ, അത് കാരണം പോലീസുകാരുടെ മക്കൾ ധാരാളം പേര് ഡോക്ടറായി, ധാരാളം പേര് BTech എടുത്ത എൻജിനീയേഴ്സായി, വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ വലിയ സ്കോളർഷിപ്പുകൾ കിട്ടി. ഇത് വലിയൊരു മാറ്റമാണ്. ചില എൻട്രൻസ് കോച്ചിങ് സെൻ്റർ ആയിട്ട് ഇവർ ടൈപ്പ് വരുന്നുണ്ട്. ആ ടൈപ്പ് പകുതി ഫീസിന് പഠിപ്പിക്കാം. ആ ടൈപ്പ് കൊണ്ട് ഒരുപാട് പേർക്ക് നേരിട്ട് സിവിൽ സർവീസ് പഠിക്കാൻ പറ്റി. അപ്പോൾ ഈ പ്രത്യേകിച്ച് വനിതാ പോലീസിൻ്റെ മക്കൾ അവർ ഭംഗിയായിട്ട് വനിതാ പോലീസ് ശ്രദ്ധിക്കും. അതുകൊണ്ട് വനിതാ പോലീസിൻ്റെ മക്കൾ വലിയ വലിയ നിലകളിലോട്ട് വരുന്നുണ്ട്. അത് ഈ അസോസിയേഷൻ നല്ലൊരു പ്രവർത്തനമാണ്. ഈ മക്കളെ നല്ല സർവീസുകളിലേക്ക് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് വരിക. പിന്നെ പോലീസുകാരുടെ ഭാര്യമാർക്ക് ഒരു കോമൺ എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. ഉദാഹരണത്തിന് സ്റ്റിച്ചിങ് കൊണ്ടുവരിക, എംബ്രോയ്ഡറി വർക്ക് ചെയ്യുക, റെഡിമെയ്ഡ് ക്ലോത്ത് ഉണ്ടാക്കിയിട്ട് ഈ വനിതകളുടെ ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് അത് റെഡിമെയ്ഡിന് വിറ്റ് പൈസ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ പോലീസുകാരുടെ അല്ലാത്തൊരു വരുമാനം വീടുകളിലോട്ട് വരാൻ തുടങ്ങി. പിന്നെ അവർക്ക് സോഷ്യൽ ആക്ടിവിറ്റിക്ക് ഒരു ഫേസ് കൊടുത്തു. അതോടുകൂടി വന്നു. പിന്നെ ഇതോടൊപ്പം പറ്റിയ വലിയൊരു സംഭവമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംഭവിച്ചത്. അതായത് പോലീസുകാരുടെ ക്വാർട്ടേഴ്സ് നിർമ്മാണം കഴിഞ്ഞ 20 വർഷം കൊണ്ട് വലിയ തോതിൽ നടന്നു കഴിഞ്ഞ 10 വർഷമായിട്ട് 12,000ഓളം ക്വാർട്ടേഴ്സുകൾ പണിഞ്ഞു. നല്ല സൗകര്യമുള്ള ക്വാർട്ടേഴ്സ്, മറ്റേ ഒറ്റമുറി വീട്, ഒരു അടുക്കളയല്ല, നല്ല സൗകര്യമുള്ള ക്വാർട്ടേഴ്സ്. അപ്പോൾ ഈ ക്വാർട്ടേഴ്സ് പോലീസ് സ്റ്റേഷൻ 10 ക്വാർട്ടേഴ്സ്, AR ക്യാമ്പിൽ 100 പേർ ക്വാർട്ടേഴ്സ്. അപ്പോൾ ഈ പോലീസിൻ്റെ കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്കൊരു സൗകര്യമായി. അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ അഡ്മിഷൻ വലിയ പ്രശ്നമായിരുന്നു. BSAPൽ എന്ത് ചെയ്തു, ഒരു കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവന്നു. അപ്പോൾ അവിടുത്തെ പോലീസുകാരുടെ മക്കൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കാം. അപ്പോൾ ഭർത്താവ് ഏത് സ്ഥലത്ത് ജോലിക്ക് പോയാലും കൊള്ളാം, ഭാര്യയ്ക്ക് മക്കളെ കൊണ്ടുവന്ന് സ്കൂളിൽ വിടാം, വൈകിട്ട് ഭാര്യയ്ക്ക് കുട്ടികളെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ പോകാം. ഞാൻ പോലീസ് അക്കാഡമി ഡയറക്ടറായിരുന്നപ്പോൾ തൃശ്ശൂർ പോലീസ് അക്കാഡമിക്ക് ഒരു കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവന്നു. അപ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിലെ ഞങ്ങൾക്ക് അവിടെ 200ഓളം ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെ താമസിക്കുന്ന പോലീസുകാരും ഫാമിലിയും
പോലീസുകാരൻ ഡ്യൂട്ടിക്ക് എവിടെ പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ സ്കൂളിൽ കൃത്യമായിട്ട് എത്താം. ഭാര്യമാർ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുവരും, തിരിച്ച് ആ കുട്ടിയെ ഭാര്യമാർക്ക് തിരിച്ച് വീട്ടിൽ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരാം. അപ്പോൾ ഈ വിദ്യാഭ്യാസപരമായിട്ട് ചെറുപ്രായം തൊട്ടുള്ള ഉയർച്ച ചെയ്യാൻ വേണ്ടിയുള്ള എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, പ്രത്യേകിച്ച് ഈ കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള CBSE സ്കൂളിൽ അഡ്മിഷൻ, അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയുകൊണ്ട് പോലീസുകാരുടെ മക്കളുടെ വിദ്യാഭ്യാസം വളരെ ഭംഗിയായിട്ട് ഉയർന്നു വന്നു. അത് പോലീസുകാരുടെ ജീവിതത്തിൽ ആകമാനം തന്നെ വലിയൊരു മാറ്റം വരുത്താൻ കാരണപ്രദമായി. അപ്പോൾ സോഷ്യൽ ലൈഫും വീട്ടിലൊരു സമാധാനം കൊടുത്തെങ്കിലേ പോലീസുകാരുടെ ദൈനംദിന സ്വഭാവത്തിൽ മാറ്റം വരുള്ളൂ. അല്ലെങ്കിൽ അവൻ രാവിലെ വിട്ടൊരു ഗുണ്ടകളെ കാണാൻ അവസാനം ഒരു ഗുണ്ടയ്ക്ക് ഇച്ചിരി കൺട്രോൾ വിട്ടിട്ട് പോലീസുകാരൻ്റെ ഉടുപ്പേ കയറി പിടിക്കും, അവൻ്റെ നിയന്ത്രണം വിട്ടുപോകും. പക്ഷേ അവൻ ഇങ്ങോട്ട് കയറി പിടിച്ചത് ക്യാമറ കാണത്തില്ല, അങ്ങോട്ട് ഇവൻ തിരിച്ചടിക്കുന്ന ക്യാമറയിൽ ആ വൈറ്റ് ടെലിവിഷനിൽ വരും. അത് വളരെ ഒരു ബാഡ് പബ്ലിസിറ്റി കൊടുക്കും. അപ്പം ക്യാമറ ഉള്ളത് കൊണ്ട് ഇരട്ടി സൂക്ഷിച്ചിട്ട് വേണം വർക്ക് ചെയ്യാൻ. കാരണം പണ്ട് പോലീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഭാഷ വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഇപ്പോഴേ പോലീസ് സ്റ്റേഷനകത്ത് ക്യാമറ ഉണ്ട്. പോലീസ് പറയുന്ന എല്ലാം അവിടെ ക്യാമറയിൽ പിടിക്കപ്പെടുന്നു എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് പോലീസുകാരൻ പോലീസ് സ്റ്റേഷൻ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും വളരെ ശ്രദ്ധിച്ച് പെരുമാറുള്ളൂ. അതുള്ള സ്ത്രീ സാന്നിധ്യമുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ഉണ്ട്, വളരെ കൺട്രോൾഡാണ്. പിന്നെ പണ്ട് പോലീസ് സ്റ്റേഷൻ ലാട്രിൻ ഫെസിലിറ്റി ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനിലെല്ലാം ലാട്രിൻ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ ആ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ പോലീസിന് വന്ന വലിയൊരു കാര്യമാണ്.